നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഫോണിലേക്ക് നോക്കിയിരിക്കാറുണ്ടോ? ഗൗരവമായ ഒരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പരിഹാസത്തോടെയുള്ള ഒരു ചിരി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഒരു സദസ്സിൽ നിങ്ങളുണ്ടോ? ഇല്ലയോ എന്നുപോലും ആരും ശ്രദ്ധിക്കുന്നില്ലേ? ഇതൊരു ചെറിയ കാര്യമല്ല. ആചാര്യ ചാണക്യൻ പറയുന്നു, അപമാനം എന്നത് മരണത്തേക്കാൾ ഭീകരമാണ്. ജീവിച്ചിരിക്കെ ആരും ബഹുമാനിക്കാത്തവൻ വെറുമൊരു ശവം മാത്രമാണ്. നിങ്ങൾ എത്ര സമ്പന്നനായാലും എത്ര സുന്ദരനായാലും മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളോട് ബഹുമാനം തോന്നിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണ്. എന്തുകൊണ്ടാണ് ചിലർ വരുമ്പോൾ മാത്രം ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലരുടെ വാക്കുകൾക്ക് മാത്രം ലോകം കാതോർക്കുന്നത്? അവർക്ക് വശമുള്ളത് ലോകം ഭയക്കുന്ന ചില ഡാർക്ക് സൈക്കോളജിക്കൽ വിദ്യകളാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം എങ്ങനെ മറ്റുള്ളവരുടെ തലച്ചോറിനെ കീഴ്പ്പെടുത്തും എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ കുറച്ചു മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ്. ഇന്ന് നിങ്ങളെ പുച്ഛിക്കുന്നവർ നാളെ നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തുനിൽക്കും. നിങ്ങളെ അവഗണിക്കുന്നവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഭയവും ബഹുമാനവും നിറയ്ക്കാൻ ചാണക്യൻ പഠിപ്പിക്കുന്ന 5 ഗൂഢതന്ത്രങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തും. നിങ്ങളുടെ അന്തസ്സും പദവിയും തിരിച്ചുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ നിമിഷം തന്നെ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കാരണം ആരും നിങ്ങളെ ചവിട്ടിമെതിക്കാൻ അനുവദിക്കാത്ത ഒരു സിംഹമായി നിങ്ങളെ മാറ്റാൻ ഈ ചാനൽ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളുടെ ബഹുമാനം നിങ്ങളുടെ അവകാശമാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. പോയിന്റ് 1, അമിതമായ ലഭ്യത ഒഴിവാക്കുക. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അമിതമായി പെയ്യുന്ന മഴയെ ആരും ബഹുമാനിക്കില്ല. എന്നാൽ ദാഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു തുള്ളി വെള്ളത്തിന് ജീവന്റെ വിലയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ എവിടെ ചെന്നാലും എല്ലാവരും അവർക്ക് ചുറ്റും കൂടുന്നത്, എന്നാൽ നിങ്ങൾ ചെന്ന് കയറുമ്പോൾ ആരും മിണ്ടാൻ പോലും തയ്യാറാകാത്തത്? ഇതിന് കാരണം നിങ്ങളുടെ സ്വഭാവമല്ല, നിങ്ങളുടെ അമിതമായ ലഭ്യതയാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോർ എപ്പോഴും അപൂർവമായ വസ്തുക്കളെ മാത്രമേ വിലമതിക്കാറുള്ളൂ. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷനുകൾ മറ്റുള്ളവരുടെ തലച്ചോറിൽ സാധാരണക്കാരൻ എന്ന സിഗ്നലാണ് നൽകുന്നത്. ചാണക്യന്റെ തന്ത്രങ്ങൾ പ്രകാരം നിങ്ങൾ ഒരു വ്യക്തിയോട് അമിതമായി സംസാരിക്കുകയോ എപ്പോഴും അവരുടെ കൂടെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി വാല്യൂ പകുതിയായി കുറയുന്നു. വഴിയിൽ കിടക്കുന്ന കല്ലിന് ആരും വില കൊടുക്കില്ല, കാരണം അത് എവിടെയും കിട്ടും. എന്നാൽ വജ്രം ഖനികളിൽ ഒളിഞ്ഞു കിടക്കുന്നു, അതുകൊണ്ട് അതിന് കോടികളുടെ വിലയുണ്ട്. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു രഹസ്യമുണ്ട്. ഒളിച്ചിരിക്കുന്ന രാജാവിനെയാണ് പ്രജകൾക്ക് ഭയം. വീതിയിൽ കാണുന്ന രാജാവിനെ ജനങ്ങൾ പുച്ഛിക്കും. നിങ്ങൾ എല്ലാവരുടെയും കോളുകൾക്കും മെസ്സേജുകൾക്കും ഉടൻ മറുപടി നൽകുന്നവരാണോ? എവിടെ വിളിച്ചാലും ഓടിയെത്തുന്നവരാണോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മൂല്യം നശിപ്പിക്കുകയാണോ? നിങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു ചീപ്പ് ഫീൽ ഉണ്ടാകുന്നു. മറ്റുള്ളവർ നിങ്ങളെ ഒരു ഓപ്ഷനായി മാത്രം കാണാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സദ്യയിൽ വിളമ്പുന്ന ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ തിരയും. എന്നാൽ അത് അമിതമായാൽ നമ്മൾ ആ ഭക്ഷണം തള്ളിക്കളയും. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആ ഉപ്പ് പോലെയാകണം. നിങ്ങളുടെ അഭാവം അവരെ വേദനിപ്പിക്കണം. നിങ്ങളെ കാണാൻ അവർ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിലാണ് ബഹുമാനം ജനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അമിതമായി പ്രാധാന്യം നൽകിയ ആരെങ്കിലും നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വാല്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. ആ വില ഇനി നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ ഈ ചാണക്യതന്ത്രം പരീക്ഷിച്ചു തുടങ്ങൂ. എല്ലാവർക്കും യെസ് പറയുന്നത് നിർത്തുക. ചിലപ്പോഴൊക്കെ തിരക്കിലാണെന്ന് അഭിനയിക്കുക. നിങ്ങളുടെ സാന്നിധ്യം ഒരു അത്ഭുതമായി മാറ്റുക. നിങ്ങൾ ലഭ്യമല്ലാതാകുമ്പോൾ ലോകം നിങ്ങളുടെ വില പഠിക്കും. ഓർക്കുക, നിശബ്ദനായിരിക്കുന്ന സിംഹത്തെയാണ് കാട് ബഹുമാനിക്കുന്നത്, ഓടി നടക്കുന്ന കുറുക്കനെയല്ല. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിപരിചിതാത് അവജ്ഞ. അതായത് അമിതമായ അടുപ്പം എപ്പോഴും അവഗണനയിലേക്ക് വഴിമാറും. സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾ എപ്പോഴും ഒരു കോമാളിയായോ അല്ലെങ്കിൽ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരാളായോ മാറിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളെ അവർ ബഹുമാനിക്കില്ല, മറിച്ച് ഉപയോഗിക്കാൻ മാത്രമാണ് ശ്രമിക്കുക. നമ്മുടെ തലച്ചോറിൽ ഫെമിലിയാരിറ്റി ഹ്യൂറിസ്റ്റിക് എന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഒരാളെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാമെന്നും അയാൾ എപ്പോഴും കൂടെയുണ്ടാകുമെന്നും ഉറപ്പായാൽ നമ്മുടെ മനസ്സ് അയാളെ ഒരു വില കുറഞ്ഞ വസ്തുവായി തരംതിരിക്കും. ചാണക്യന്റെ തന്ത്രമനുസരിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾ ഒരു മിസ്റ്റിക് എനർജി നിലനിർത്തണം. നിങ്ങളുടെ എല്ലാ പ്ലാനുകളും എല്ലാ ചിന്തകളും അവരോട് പങ്കുവെക്കാതിരിക്കുക. നിങ്ങൾ എപ്പോഴും ഫ്രീ ആണെന്ന് തോന്നിച്ചാൽ അവർ നിങ്ങളെ ഒന്നിനും കൂട്ടില്ല, മറിച്ച് അവരുടെ ബോറടി മാറ്റാനുള്ള ഒരു ഉപകരണം മാത്രമായി കാണും. ചാണക്യൻ പറയുന്നു, വിഷമില്ലാത്ത പാമ്പ് പോലും പത്തി വിടർത്തണം. അതായത് നിങ്ങൾ തിരക്കിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കണം. അവൻ എവിടെ പോയി, അവൻ എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യം അവരുടെ ഉള്ളിൽ ഉയരുമ്പോഴാണ് നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുന്നത്. ഒരു ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ അനാവശ്യമായി ചിരിക്കുന്നത് ഒഴിവാക്കുക. ചാണക്യന്റെ തന്ത്രം പ്രകാരം
നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി. എല്ലാവരും സംസാരിച്ചു തീരുമ്പോൾ മാത്രം ഗൗരവമേറിയ ഒരു അഭിപ്രായം പറയുക. ആ നിമിഷം ആ സദസ്സിലെ മുഴുവൻ ഊർജവും നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും. ഇതിനെ ഗ്രാവിറ്റേഷണൽ അതോറിറ്റി എന്ന് വിളിക്കാം. നിങ്ങളുടെ വാക്കുകൾ അപൂർവമാകുമ്പോൾ അവയ്ക്ക് നിയമത്തിന്റെ വില ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ആരും മറുപടി തരാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കുകൾക്ക് അവിടെ വിലയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ റെസ്പെക്ട് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആ സാഹചര്യം മാറ്റിയെടുക്കണം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ അന്തസ്സ് കൊടുത്താകരുത്. ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ആഴക്കടലിന്റെ നിഗൂഢത നിങ്ങളിൽ സൂക്ഷിക്കുക. ഉപരിതലത്തിൽ കാണുന്ന തിരമാലകളെ ആരും ഭയപ്പെടില്ല, പക്ഷേ ആഴക്കടലിലെ നിശബ്ദതയെ ലോകം ബഹുമാനിക്കും. നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുക, ബഹുമാനം താനെ നിങ്ങളെ തേടി വരും. പോയിന്റ് 2. വാക്കുകളിലെ മിതത്വം. ആചാര്യ ചാണക്യൻ പറഞ്ഞു, വാക്കുകൾ വജ്രം പോലെയാണ്, അത് ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സദസ്സിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആരും ഗൗരവമായി എടുക്കില്ല. എന്നാൽ മിതമായി മാത്രം സംസാരിക്കുന്ന ഒരാൾ വായ തുറക്കുമ്പോൾ ആ മുറിയിലുള്ള മുഴുവൻ പേരും നിശബ്ദരാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വാക്കുകളിലെ ഊർജം കുറയുന്നു. ചാണക്യന്റെ നീതിശാസ്ത്ര പ്രകാരം നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നിങ്ങളുടെ പ്രാണശക്തിയുടെ ഭാഗമാണ്. അനാവശ്യമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഹുമാനത്തെ വായുവിൽ അലിയിച്ചു കളയുകയാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ പ്രവചിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ ബുദ്ധിയുടെ ആഴം അവർക്ക് പെട്ടെന്ന് അളക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ നിശബ്ദനായി ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ശത്രുക്കളും സുഹൃത്തുക്കളും ഒരുപോലെ കുഴങ്ങും. ഈ നിഗൂഢത ആണ് ബഹുമാനത്തിന്റെ യഥാർത്ഥ ഉറവിടം. ചാണക്യൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. തവള കരയുന്നത് പാമ്പിനെ ഇരയെ കണ്ടെത്താനാണ്. അതുപോലെ അനാവശ്യമായി സംസാരിക്കുന്നവർ ശത്രുക്കൾക്ക് സ്വയം കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ പഠിപ്പിക്കുന്ന ഒരു ഡാർക്ക് സൈക്കോളജി ട്രിക്ക് പറഞ്ഞുതരാം. ആരെങ്കിലും നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ ഉടനെ മറുപടി പറയരുത്. പകരം 3 സെക്കൻഡ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിശബ്ദനായി ഇരിക്കുക. ഈ 3 സെക്കൻഡ് നിശബ്ദത അവരിൽ ഒരുതരം സമ്മർദ്ദമുണ്ടാക്കും. ആ നിമിഷം നിങ്ങൾ അവരെക്കാൾ ഉയർന്ന സ്ഥാനത്താണെന്ന് അവരുടെ ഉപബോധ മനസ്സ് തിരിച്ചറിയും. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു തർക്കത്തിൽ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നവനാണോ അതോ ശാന്തനായി എല്ലാം കേട്ടിരിക്കുന്നവനാണോ വിജയിക്കുന്നത്? ശാന്തനായിരിക്കുന്നവനാണ് ആ സാഹചര്യം നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ നിശബ്ദത ഒരു ആയുധമാണ്. അത് കൃത്യസമയത്ത് മാത്രം പ്രയോഗിക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? അന്നത് പറയേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സൈലൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. ആ നിശബ്ദതയുടെ കരുത്ത് നമുക്ക് തിരിച്ചറിയണം. ഇന്നു മുതൽ ഈ ചാണക്യസൂത്രം പരീക്ഷിക്കൂ. 10 വാക്ക് പറയേണ്ടിടത്ത് 2 വാക്ക് മാത്രം പറയുക. ആ 2 വാക്കിന് ഒരു പീരങ്കിയുടെ ശക്തി ഉണ്ടാകും. ചാണക്യൻ പറയുന്നു, വാക്കുകളെ ലാഭിക്കുന്നവൻ ലോകത്തെ ഭരിക്കും. നിങ്ങളുടെ നിശബ്ദത കൊണ്ട് ലോകത്തെ കീഴടക്കൂ. വാക്കുകൾ കൊണ്ട് എങ്ങനെ ഒരാളെ മുൾമുനയിൽ നിർത്താം എന്നതിന് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ആചാര്യ ചാണക്യൻ. മഗധ ഭരിച്ചിരുന്ന ധനനന്ദ രാജാവിന്റെ സദസ്സിൽ വെച്ച് അപമാനിതനായ ആ നിമിഷം ഓർക്കുക. അന്ന് ചാണക്യൻ അവിടെ നിന്ന് നിലവിളിച്ചില്ല, അലറി വിളിച്ചില്ല. പകരം അദ്ദേഹം പ്രയോഗിച്ചത് നിശബ്ദതയുടെ രാഷ്ട്രതന്ത്രമാണ്. തന്റെ ബ്രാഹ്മണ വേഷത്തെയും പാണ്ഡിത്യത്തെയും നന്ദരാജാവ് പരിഹസിച്ചപ്പോൾ ചാണക്യൻ ആ സദസ്സിൽ വെച്ച് തന്റെ ശിഖ അഴിച്ചിട്ടു. ആ നിമിഷം കൊട്ടാരത്തിൽ ഒരു മൃതസഞ്ചാരം പോലെ നിശബ്ദത പടർന്നു. രാജാവ് അട്ടഹസിച്ച് ചോദിച്ചു, എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നിനക്ക് ഭയമാണോ? ചാണക്യൻ പതുക്കെ നന്ദരാജാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു 1000 വാളുകളുടെ മൂർച്ചയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഒരു യഥാർത്ഥ പണ്ഡിതൻ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ അഴിച്ചിട്ട മുടി ഞാൻ ഇനി കെട്ടിവെക്കണമെങ്കിൽ നിന്റെ സാമ്രാജ്യം മണ്ണടിയണം. അതുവരെ എന്റെ നിശബ്ദത നിന്റെ ഉറക്കം കെടുത്തും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചാണക്യൻ അവിടെ വെച്ച് ഒരുപാട് ശാപവാക്കുകൾ ചൊരിഞ്ഞില്ല. പകരം വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി അദ്ദേഹം അവിടെ നിന്ന് നടന്നുപോയി. ആ നിമിഷം മുതൽ നന്ദരാജാവിന്റെ മനസ്സിൽ ഭയം വിത്തുപാകി. രാജാവിന്റെ ചാരന്മാർ ചാണക്യനെ തെരഞ്ഞു നടന്നു. പക്ഷേ ചാണക്യൻ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ചാണക്യന്റെ ഈ നിശബ്ദത നന്ദരാജാവിനെ മാനസികമായി തളർത്തി. ശത്രു നിശബ്ദനാകുമ്പോഴാണ് അവനെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത്. കാരണം അവൻ എപ്പോൾ ആഞ്ഞടിക്കുമെന്ന് നമുക്കറിയില്ല. ചാണക്യൻ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ശത്രുവിന് നൽകുന്ന സൂചനകളാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ എത്രത്തോളം ദുർബലനാണെന്ന് ശത്രു തിരിച്ചറിയുന്നു. എന്നാൽ നിങ്ങൾ ശാന്തനായി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശത്രുവിന്റെ ആത്മവിശ്വാസം തകരുന്നു. നന്ദരാജാവിന്റെ കോടിക്കണക്കിന് വരുന്ന സൈന്യത്തെക്കാൾ വലിയ ആയുധം ചാണക്യന്റെ ആ ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ നിങ്ങൾ ബഹളം വെക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ തോറ്റുപോയി. പകരം ചാണക്യനെ പോലെ നിശബ്ദനാകുക. നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ അളക്കാൻ കഴിയില്ല. ആ അനിശ്ചിതാവസ്ഥയാണ് നിങ്ങളോടുള്ള ബഹുമാനമായി മാറുന്നത്.
ഇന്നു മുതൽ നിങ്ങളെ അപമാനിക്കുന്നവരോട് തർക്കിക്കാൻ പോകില്ലെന്ന് നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുമോ? എങ്കിൽ കമന്റ് ബോക്സിൽ സൈലൻസ് ഈസ് പവർ എന്ന് ടൈപ്പ് ചെയ്യൂ. നന്ദരാജാവിന്റെ അഹങ്കാരത്തെ തകർത്തത് ചാണക്യന്റെ വാക്കുകളല്ല, മറിച്ച് ആ വാക്കുകൾക്ക് പിന്നിലെ നിഗൂഢതയായിരുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ആ നിഗൂഢതയുടെ കരുത്തുണ്ടാകട്ടെ. ലോകം നിങ്ങളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി നിൽക്കും. പോയിന്റ് 3. രഹസ്യമായ കഴിവുകൾ. ആചാര്യ ചാണക്യൻ പറഞ്ഞു, സൃപസ്യ വിഷം ദന്തേ മക്ഷികായാശ്ച മസ്തകേ. പാമ്പിന് വിഷം പല്ലിലുണ്ട്, ഈച്ചയ്ക്ക് വിഷം തലയിലുണ്ട്. പക്ഷേ ഒരു ദുഷ്ടനായ മനുഷ്യന്റെ വിഷം അവന്റെ ശരീരത്തിലാകെ പടർന്നിരിക്കുകയാണ്. ശത്രുക്കളും അസൂയക്കാരും നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളുടെ കഴിവുകൾ വെറും പ്രദർശന വസ്തുക്കളല്ല, മറിച്ച് നിങ്ങളുടെ ആത്മരക്ഷയ്ക്കുള്ള ആയുധങ്ങളാണ്. നമ്മുടെ ഓരോ കഴിവും ഒരു എനർജി സിഗ്നേച്ചറാണ്. നിങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ തകർക്കണം എന്ന് ശത്രുക്കൾക്ക് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതിനെയാണ് ആധുനിക സൈക്കോളജിയിൽ ഓവർ എക്സ്പോഷർ റിസ്ക് എന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ചില വലിയ കഴിവുകൾ നിങ്ങൾ രഹസ്യമാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു മിസ്റ്റിക് ഓറ രൂപപ്പെടുന്നു. ചാണക്യൻ ഒരു തന്ത്രം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം പുറത്തെടുക്കുക. ഒരു ആയോധന കലാകാരൻ തന്റെ ഏറ്റവും വലിയ അടവ് അവസാന നിമിഷം വരെ പുറത്തെടുക്കില്ല. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ശത്രു അതിന് പ്രതിരോധം തീർക്കും. നിങ്ങളൊരു നല്ല പാട്ടുകാരനാകാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ഒരാളാകാം. ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുകയുള്ളൂ. പകരം നിങ്ങളൊരു സാധാരണക്കാരനെ പോലെ നടക്കുക. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, നിങ്ങളുടെ ആ സീക്രട്ട് സ്കിൽ പുറത്തെടുത്ത് ആ പ്രശ്നം പരിഹരിക്കുക. ആ നിമിഷം നിങ്ങളെ അവഗണിച്ചവരുടെ കണ്ണുകളിൽ കാണുന്ന ആ അമ്പരപ്പില്ലേ, അതാണ് യഥാർത്ഥ ബഹുമാനം. ഒരു മഞ്ഞുപർവ്വതം പോലെയാകണം നിങ്ങളുടെ വ്യക്തിത്വം. പുറം ലോകം കാണുന്നത് നിങ്ങളുടെ 10% മാത്രമായിരിക്കണം. ബാക്കി 90% ആഴക്കടലിലെ നിഗൂഢത പോലെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുമ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വശം വെളിപ്പെടുത്തുക. ഈ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് നിങ്ങളെ ഒരു മഹാശക്തിയാക്കി മാറ്റുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു കഴിവ് ആരോടും പറയാതെ വെച്ചിട്ട് പിന്നീട് അത് കാണിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവം നൽകുന്ന സുഖമൊന്നോർത്തു നോക്കൂ. ചാണക്യൻ പറയുന്നു, പത്തി വിടർത്തുന്ന പാമ്പിനെയാണ് ലോകം ഭയപ്പെടുന്നത്, അത് വിഷമുള്ളതാണോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളുടെ പക്കൽ എന്തൊക്കെ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന് ലോകം ഊഹിച്ചുകൊണ്ടിരിക്കട്ടെ. ആ ഊഹമാണ് നിങ്ങളോടുള്ള ബഹുമാനമായി മാറുന്നത്. നിങ്ങളുടെ കഴിവുകളെ പ്രദർശന വസ്തുവാക്കരുത്, പ്രതിരോധ കവചമാക്കുക. പോയിന്റ് 4. അവനവനോടുള്ള ബഹുമാനം. ആചാര്യ ചാണക്യൻ ഒരു വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ആത്മാ പൗരുഷം പ്രകാശയേത്. അതായത്, നിങ്ങളെ ലോകം എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളെ ചവിട്ടിമെതിക്കാൻ തയ്യാറായി നിൽക്കും. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാതെ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. നമ്മുടെ ഉപബോധ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്തകൾ നിങ്ങളുടെ ശരീരഭാഷയിലൂടെ പുറത്തേക്ക് പ്രസരിക്കും. ഇതിനെയാണ് പേഴ്സണൽ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുള്ളിൽ ഭീരുവാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലും നോട്ടത്തിലും ആ ഭയം നിഴലിക്കും. അത് കാണുന്ന മറ്റുള്ളവർക്ക് നിങ്ങളെ അവഗണിക്കാൻ എളുപ്പമാകും. ചാണക്യൻ പറയുന്നു, അവനവനെ നിന്ദിക്കുന്നവനേക്കാൾ വലിയ പാപി വേറെയില്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണോ? ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഉടനെ മാപ്പു പറയുന്നവരാണോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മഗൗരവത്തിന്റെ മതിൽ ഇടിച്ചു പൊളിക്കുകയാണോ? ഒരു രാജാവിനെ പോലെ ബഹുമാനം കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു രാജാവ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കൂ. ഒരാൾ നിങ്ങളെ കളിയാക്കുമ്പോൾ ചിരിച്ചു കൊടുക്കുന്നതിന് പകരം അവരുടെ കണ്ണുകളിലേക്ക് അല്പം ഗൗരവത്തിൽ നോക്കുക. ആ നിമിഷം നിങ്ങളുടെ സെൽഫ് വാല്യൂ പ്രകടമാകും. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ അളവുകോലിൽ അളക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ നിങ്ങൾക്കായി ചില നിയമങ്ങൾ ഉണ്ടാക്കുക. ആ നിയമങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ അന്തസ്സ് പണയം വെച്ചിട്ടുണ്ടോ? അവർക്ക് ദേഷ്യം വരുമെന്ന് പേടിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, ആ നിമിഷം മുതൽ അവർ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തും. ബഹുമാനം എന്നത് പേടി കൊണ്ടുണ്ടാകേണ്ടതല്ല, നിങ്ങളുടെ മൂല്യം കണ്ടുണ്ടാകേണ്ടതാണ്. ഇന്നു മുതൽ ഞാൻ എന്നെ സ്നേഹിക്കും, ഞാൻ എന്നെ ബഹുമാനിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുന്നവർ കമന്റ് ബോക്സിൽ ഐ എം വാല്യുബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഉണർത്തട്ടെ. ചാണക്യൻ പഠിപ്പിക്കുന്നു, തന്റെ മൂല്യം അറിയുന്നവനെ തകർക്കാൻ ഒരു സൈന്യത്തിനും കഴിയില്ല. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. നിങ്ങളുടെ തല നിവർത്തി പിടിക്കുക. നിങ്ങളുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടാകട്ടെ. നിങ്ങൾ നിങ്ങളെ രാജാവായി കാണുക. അപ്പോൾ ലോകം നിങ്ങളെ രാജാവായി വാഴിക്കും. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്രാപ്യമാണെങ്കിലും ഗുണമില്ലാത്ത കാര്യങ്ങളോട് വിയോജിക്കുക. നമ്മളിൽ പലരുടെയും പ്രശ്നം മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാത്തിനും ശരി എന്ന് പറയുന്നതാണ്. നിങ്ങൾ എല്ലാവരോടും ശരി എന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അവരോട് പറയുന്നത്, എന്റെ സമയത്തിനും എന്റെ തീരുമാനങ്ങൾക്കും യാതൊരു വിലയുമില്ല എന്നാണ്.
മനഃശാസ്ത്രപരമായി ഇതിനെ പീപ്പിൾ പ്ലീസിംഗ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തോട് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു പ്രത്യേകതരം ആത്മവിശ്വാസം രൂപപ്പെടുന്നു. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ബഹുമാനം അളക്കുന്നത് അയാൾ എത്ര കാര്യങ്ങളോട് അല്ല എന്ന് പറയുന്നു എന്നതിലൂടെയാണ് എന്നാണ്. നിങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലല്ല എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോടൊരു സഹായം ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും അവർക്ക് വിഷമമാകുമോ എന്ന് കരുതി നിങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ആ നിമിഷം മുതൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. ഒടുവിൽ നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ അതിൽ ബഹുമാനത്തിന് പകരം ഒരുതരം ദയനീയതയാകും ഉണ്ടാവുക. ചാണക്യൻ പറയുന്നു, അമിതമായ വിനയം ശത്രുവിന് നൽകുന്ന ആയുധമാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയുമ്പോൾ ലോകത്തിന് ഒരു കാര്യം ബോധ്യപ്പെടും: ഈ വ്യക്തിക്ക് കൃത്യമായ അതിരുകളുണ്ട്. ആ അതിരുകളെ ഭേദിക്കാൻ ആരും ധൈര്യപ്പെടില്ല. ആ ധൈര്യമില്ലായ്മയാണ് ബഹുമാനമായി മാറുന്നത്. ഇല്ല എന്ന് പറയുന്നത് ഒരു കലയാണ്. ചാണക്യൻ പഠിപ്പിക്കുന്ന രീതി ഇതാണ്: ക്ഷമാപണം നടത്താതെ തന്നെ വിയോജിക്കുക. നിങ്ങൾ ഒരു കാര്യത്തിന് നോ പറയുമ്പോൾ ഒരുപാട് ന്യായീകരണങ്ങൾ നൽകരുത്. ന്യായീകരണങ്ങൾ നൽകുന്നത് നിങ്ങൾ കുറ്റബോധം അനുഭവിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. ശാന്തമായും എന്നാൽ ഉറച്ച സ്വരത്തിലും ഇല്ല എന്ന് പറയുക. ആ ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഗാംഭീര്യം നൽകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നോ പറയാൻ കഴിയാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ കുടുങ്ങിപ്പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ മുതലെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അതിരുകൾ ഇന്നു മുതൽ നമുക്ക് പണിയണം. ഓർക്കുക, നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒടുവിൽ നിങ്ങൾ മാത്രമാകും ദുഃഖിക്കുന്നത്. ചാണക്യന്റെ സിദ്ധാന്തമനുസരിച്ച് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവനെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. ഇല്ല എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങളുടെ മൂല്യം ലോകം തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമായിരിക്കും. ആചാര്യ ചാണക്യൻ പറഞ്ഞു, അമിതമായ വികാരങ്ങൾ ബുദ്ധിയെ നശിപ്പിക്കുന്നു. ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. നിങ്ങളെ ആരെങ്കിലും ഒന്ന് കളിയാക്കിയപ്പോഴേക്കും നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോഴേക്കും നിങ്ങൾ തകർന്നു പോയാൽ ഓർക്കുക, ആ നിമിഷം നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ കൈമാറുകയാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരുടെ തലച്ചോറിൽ അമിഗ്ഡല ഹൈജാക്ക് എന്ന പ്രതിഭാസം നടക്കുന്നു. ഇത് നിങ്ങളുടെ യുക്തിപരമായ ചിന്തയെ തളർത്തുന്നു. ചാണക്യന്റെ ഗുപ്തതന്ത്രങ്ങൾ പ്രകാരം ഒരാളുടെ വികാരങ്ങൾ ആർക്കാണോ നിയന്ത്രിക്കാൻ കഴിയുന്നത് അയാളാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ യജമാനൻ. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ശത്രു വിജയിക്കുന്നു. കാരണം നിങ്ങളെ എങ്ങനെ പ്രകോപിപ്പിക്കാം എന്ന് അവൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരാൾ നിങ്ങളെ കടുത്ത ഭാഷയിൽ അപമാനിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കെ അയാൾ നിങ്ങളെ പരിഹസിക്കുന്നു. ആ സമയം നിങ്ങൾ തിരിച്ച് അലറുകയും ബഹളം വെക്കുകയും ചെയ്താൽ നിങ്ങൾ അയാളുടെ നിലവാരത്തിലേക്ക് താഴുകയാണ്. എന്നാൽ ആ നിമിഷം നിങ്ങൾ ഒരക്ഷരം മിണ്ടാതെ ശാന്തനായി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകിയാൽ എന്ത് സംഭവിക്കും? അവിടെ ആ സാഹചര്യം മാറുകയാണ്. അപമാനിച്ച വ്യക്തിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. സദസ്സിലുള്ളവർക്ക് നിങ്ങളോട് വലിയൊരു ബഹുമാനം തോന്നും. കാരണം ശാന്തതയാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് അവർ അവിടെ നേരിട്ട് കാണുകയാണ്. ചാണക്യൻ പറയുന്നു, വികാരങ്ങൾ ഒരു കുതിരയെപ്പോലെയാണ്, ബുദ്ധി ഒരു കടിഞ്ഞാൺ പോലെയും. കടിഞ്ഞാണില്ലാത്ത കുതിര നിങ്ങളെ കൊക്കയിലേക്ക് വീഴ്ത്തും. വിജയിക്കുന്നവരുടെ ഒരു വലിയ രഹസ്യം അവരുടെ പോക്കർ ഫേസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങളുടെ മുഖം കാണിക്കരുത്. അമിതമായ സന്തോഷമോ അമിതമായ സങ്കടമോ പുറത്തു കാണിക്കാത്തവനെ ലോകം ഒരു അമാനുഷികനായി കാണാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ദേഷ്യം വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ വിലപ്പെട്ട ബന്ധങ്ങളോ അവസരങ്ങളോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൺട്രോൾ എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആ നിയന്ത്രണം തിരിച്ചു പിടിക്കണം. ചാണക്യൻ പഠിപ്പിക്കുന്നു, തന്റെ മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു. ബഹുമാനം എന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന പണമോ അധികാരമോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയാണ്. ഏത് പ്രതിസന്ധിയിലും തളരാത്ത, ഏത് പ്രലോഭനത്തിലും വീഴാത്ത ആ ഉറച്ച മനസ്സ് നേടിയെടുക്കുക. ലോകം നിങ്ങളുടെ മുന്നിൽ കുമ്പിടും. ഈ 5 കാര്യങ്ങൾ: നിങ്ങളുടെ ലഭ്യത കുറയ്ക്കൽ, വാക്കുകളിലെ മിതത്വം, രഹസ്യ കഴിവുകൾ, ആത്മഗൗരവം, വികാര നിയന്ത്രണം, ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളെ ബഹുമാനിക്കാതെ ഉറങ്ങില്ല. ഈ 30 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകട്ടെ. ചാണക്യന്റെ ഈ രാജതന്ത്രങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിദ്യകൾക്കായി നമ്മുടെ ചാണക്യ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ബഹുമാനം നിങ്ങളുടെ ശക്തിയാകട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.